ഹായ് ഓൾ, എല്ലാവർക്കും KS മെന്ററിന്റെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ എന്റെ പേര് നയന. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് ലാസ്റ്റ് വീക്കിലെ കറണ്ട് അഫയേഴ്സ് ആണ്. മാർച്ച് 22 to 31 വരെയുള്ളത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ഏതൊക്കെ കറണ്ട് അഫയേഴ്സ് ആണ് ഉള്ളതെന്ന് നോക്കാം. KS അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് മാർച്ച് ലാസ്റ്റ് വീക്കിൽ ഇത്രയും കറണ്ട് അഫയേഴ്സ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് ആണ്, ILO റിപ്പോർട്ട്. അടുത്തത് ISROയുടെ ഒരു എക്സ്പെരിമെന്റ് ആണ് POM 3 എന്ന് പറയുന്നത്. പിന്നെ ഓപ്പറേഷൻ സങ്കൽപ്, ഒരു നേവൽ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സങ്കൽപ് എന്ന് പറയുന്നത്. അത് സങ്കലൻ ആപ്പ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ക്രൈംസിനെതിരെയുള്ള ഒരു ആപ്പാണ്. അടുത്തതായിട്ടൊരു നേവൽ എക്സസൈസ് ആണ് IMT Trilat 24 എന്ന് പറയുന്നത്. പിന്നെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഉണ്ട്. പിന്നെ സക്ഷം ആപ്പും CVGIL ആപ്പും ഇത് രണ്ടും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള ആപ്സ് ആണ്. പിന്നെ ഒരു അവാർഡാണ് സരസ്വതി സമ്മാൻ 2023. പിന്നെ ഇമ്പോർട്ടന്റ് ഡേയ്സ് മാർച്ച് 22 to 31 വരുന്നതിൽ ഇമ്പോർട്ടന്റ് ഡേയ്സ്. ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട്. എന്താണ് ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്? ഈ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഥവാ ILOയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റും കൂടി കൊളാബറേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടാണ് ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് എന്താണ് സ്റ്റഡി ചെയ്യുന്നത്? ഒരു 2 decades അല്ലെങ്കിൽ ഒരു 20 years ആയിട്ട് ഇന്ത്യയിലുള്ള യൂത്ത്സ് എംപ്ലോയ്മെന്റിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത് എന്നത് എക്സാമിൻ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഈ ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോ മാർച്ച് മാസം ലാസ്റ്റ് വീക്കിലാണ് ഈ ഒരു റിപ്പോർട്ട് ഈ വർഷം വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന് പോസിറ്റീവ് ഫൈൻഡിങ്സും ഉണ്ട്, നെഗറ്റീവ് ഫൈൻഡിങ്സും ഉണ്ട്. അപ്പൊ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫൈൻഡിങ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പോസിറ്റീവ് ഫൈൻഡിങ്സ് ആണ്. അതില് വിമനിന് ഒരു സെൽഫ് എംപ്ലോയ്മെന്റിൽ ഒരു റൈസ് ഉണ്ടെന്നാണ് ഈ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത്. മാത്രമല്ല ലേബർ പ്രൊഡക്ടിവിറ്റി, ടോട്ടൽ ആയിട്ടുള്ള ലേബർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഫീമെയിലിന്റെ ലേബർ മാർക്കറ്റ് പാർട്ടിസിപ്പേഷനും കൂടിയിട്ടുണ്ട്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് അഗ്രികൾച്ചർ സെക്ടർ ടു ഒരു നോൺ ഫാം അല്ലെങ്കിൽ നോൺ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് ഒരു ഷിഫ്റ്റും ഒരു ഗ്രാജുവൽ ഷിഫ്റ്റും ഈ റിപ്പോർട്ട് അനുസരിച്ച് വന്നിട്ടുണ്ട്. അതിന് നെഗറ്റീവ് ഫൈൻഡിങ്സ് എന്തൊക്കെയാ? ഒന്നാമത്തെ എന്ന് പറഞ്ഞാല് യൂത്ത്സിന്റെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടിയിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക? 2000 5.7% ആയിരുന്നു അൺഎംപ്ലോയ്മെന്റ്. 2019 ആയപ്പോഴേക്കും 17.5 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് എംപ്ലോയ്മെന്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നന്റ്. എന്താണ് സ്റ്റാഗ്നന്റ് എന്ന് വെച്ചാൽ ഒരുപോലെ ആയിരുന്നു 2019 വരെ. എംപ്ലോയ്മെന്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇല്ല, ഗ്രോത്ത് എന്ന് പറയാനില്ല, അത് സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. 2019 ശേഷമാണ് ചെറിയൊരു റൈസ് വന്നിട്ടുള്ളത് എംപ്ലോയ്മെന്റ് ഗ്രോത്തിന്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വേജസ് ലോ ആൻഡ് സ്റ്റാഗ്നന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. വേജസ് ലോ ആയിരുന്നു ഈ 20 ഇയേഴ്സിനിടയ്ക്ക് വേജസും ലോ അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് ആയിരുന്നു. പിന്നെ അടുത്തൊരു റിപ്പോർട്ടിന്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ 2030 ആകുമ്പോഴേക്കും മൈഗ്രേഷൻ റേറ്റ് അല്ലെങ്കിൽ മൈഗ്രേഷന്റെ പെർസെന്റേജ് അറൌണ്ട് 14% ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ച്വലൈസേഷൻ ഇൻക്രീസ് ചെയ്യും. എന്താണ് ഈ കോൺട്രാക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ബേസ്ഡ് ജോബ്സ് കൂടിയിട്ടുണ്ട്. നമ്മൾ പെർമനന്റ് ജോബ്സ് അല്ലാതെ കോൺട്രാക്ട് ബേസ്ഡ് ജോബ്സിന്റെ ഒരു തോത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ എഡ്യൂക്കേഷൻ ലെവൽ കൂടിയിട്ടുണ്ട്, പക്ഷെ ഒരു സോഷ്യൽ ഗ്യാപ്പ് എപ്പോഴും റിമൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ടിലുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് നമ്മൾ നോക്കാൻ പോകുന്നത് POM 3 എന്ന് പറയുന്ന ISROയുടെ ഒരു മറ്റൊരു മൈൽ സ്റ്റോൺ ആണ്. ഇതെന്ന് പറഞ്ഞാല് ഫുൾ ഫോം, POMന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ 3 എന്നാണ് ഈ POM 3യുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാല്. ഈ ഒരു മിഷൻ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഗുണം അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റ് എയിം എന്ന് പറഞ്ഞാല് ഈ ലോഞ്ച് വെഹിക്കിള് ഓർബിറ്റ് ചെയ്യുന്ന ആ ഓർബിറ്റിൽ ഒരു അവശിഷ്ടം അല്ലെങ്കിൽ ഒരു ഡെബ്രിസും അവശേഷിപ്പിക്കാതെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് ഈ ലോഞ്ച് വെഹിക്കിളിനെ ഡി ഓർബിറ്റ് ചെയ്യുന്ന ഒരു മിഷനാണ് POM 3 എന്ന് പറയുന്നത്. ഏകദേശം 650 കിലോമീറ്റേഴ്സിൽ ഓൾട്ടിറ്റ്യൂഡിൽ മൂവ് ചെയ്തിരിക്കുന്ന ഈ ഒരു PSLVയെ ഡി ഓർബിറ്റ് ചെയ്ത് 650 കിലോമീറ്ററിൽ നിന്നും 350 ഓൾട്ടിറ്റ്യൂഡിലേക്ക് ഡി ഓർബിറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു POM 3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പെരിമെന്റിന്റെ ഗുണം എന്ന് പറഞ്ഞാല് ആക്സിഡന്റൽ ബ്രേക്കപ്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ അത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റിസ്കുകളൊക്കെ മിനിമലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. മാത്രമല്ല നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് കറന്റ് സ്പേസ് മിഷൻസിനൊക്കെ ഒരു സഹായകം അല്ലെങ്കിൽ ഓർബിറ്റിനെയൊക്കെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു POM 3 എന്ന് പറയുന്നത്.
അടുത്തത് ഓപ്പറേഷൻ സങ്കല്പാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു നേവൽ ഓപ്പറേഷൻ ആണ് ഈ ഓപ്പറേഷൻ സങ്കല്പ് എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ സങ്കല്പ് ലോഞ്ച് ചെയ്തത് ഡിസംബർ 2023 അപ്പോൾ നമ്മൾ മാർച്ചിൽ കറണ്ട് അഫയേഴ്സിൽ എന്തിനാണ് ഇത് പഠിക്കുന്നത്? ഈ ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തിട്ട് 100 days കംപ്ലീറ്റ് ചെയ്തു മാർച്ച് ആയപ്പോഴേക്കും. ഈ ഓപ്പറേഷന്റെ കീ ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഈ 3 ഏരിയാസ് ആണ്. ഒന്ന് ഗൾഫ് ഓഫ് ഏദൻ, അറേബ്യൻ സീ ആൻഡ് ദ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് സൊമാലിയ. ഈ 3 റീജിയനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു നേവൽ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സങ്കല്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല് ഇന്ത്യയുടെ മാരിടൈം ഇൻട്രസ്റ്റുകളെ സേഫ് ഗാർഡ് ചെയ്യുക. അതായത് എന്തെങ്കിലും നാർക്കോട്ടിക് ട്രേഡ് നടക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഓഷ്യനിൽ ഈ ഒരു ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ എന്തെങ്കിലും നാർക്കോട്ടിക് ട്രേഡോ അല്ലെങ്കിൽ എന്തെങ്കിലും മാരിടൈം ത്രെറ്റോ ഉണ്ടെങ്കിൽ അതിലേക്ക് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സങ്കല്പ്. നെക്സ്റ്റ് സങ്കലൻ ആപ്പാണ്. സങ്കലൻ ആപ്പ് എന്ന് പറഞ്ഞാൽ ടെററിസം അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ക്രൈമിനെയൊക്കെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആപ്പാണ് സങ്കലൻ ആപ്പ് എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. ഇതിന്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാല് ക്രിമിനൽ കേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. ഇത് ഡെവലപ്പ് ചെയ്തത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ NIA ആണ് ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തത്. ഈ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തതിന്റെ കൂടെ തന്നെ ന്യൂ ക്രിമിനൽ ലോസും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നാഷണൽ ക്രൈം ബ്യൂറോ എന്ത് ചെയ്തിട്ടുണ്ട്? ന്യൂ ക്രിമിനൽ ലോസും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സങ്കലൻ ആപ്പിന്റെ യൂസ് എന്താണ്? എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? അതായത് ഒരു ക്രൈം നടക്കുകയാണെങ്കിൽ ആ ക്രൈമിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഡിജിറ്റലൈസ് ചെയ്ത് ഒരു ഡേറ്റാബേസിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് സൂക്ഷിക്കാനായിട്ടാണ് ഈ ഒരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോ എന്തായിരിക്കും ബെനിഫിറ്റ്? എന്തായിരിക്കും? ഈ ഒരു കേസുമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ക്രൈം നടന്നു വിചാരിക്കുക, ഇപ്പൊ ടെററിസം ആയിക്കോട്ടെ, എന്ത് ഓർഗനൈസ്ഡ് ക്രൈം ആയിക്കോട്ടെ, ആ ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, ഈവൻ അത് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിക്കോട്ടെ, പ്രോസിക്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, ആരൊക്കെ ആ ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും ഈ ഒരു ഡേറ്റ ഡിജിറ്റലൈസ് ആയതുകൊണ്ട് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഈ ഒരു ആപ്പ് ഒരു കോംപ്രഹെൻസീവ് ടൂൾ ആയിട്ട് ആക്ട് ചെയ്യും. അടുത്തത് IMT ട്രൈലാറ്റ് എക്സസൈസ് ആണ്. എന്താണ് ട്രൈലാറ്റ് എന്ന് പറഞ്ഞാല്? 3 കൺട്രീസ് ജോയിന്റ് ആയിട്ട് നടത്തുന്ന ഒരു എക്സസൈസ് ആണ് ട്രൈലാറ്ററൽ എക്സസൈസ് എന്ന് പറഞ്ഞാല്. ഈ IMT ട്രൈലാറ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒരു നേവൽ എക്സസൈസ് അല്ലെങ്കിൽ മാരിടൈം എക്സസൈസ് ആണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കൺട്രീസ് വന്ന് I എന്ന് പറഞ്ഞ ഇന്ത്യ, ദെൻ മൊസാംബിക്, ദെൻ ടാൻസാനിയ. ഇങ്ങനെ 3 കൺട്രീസ് ജോയിന്റ് ആയിട്ട് നടത്തുന്ന ഒരു മാരിടൈം എക്സസൈസ് ആണ് IMT ട്രൈലാറ്റ് എക്സസൈസ് എന്ന് പറയുന്നത്. ഈ ഒരു IMT ട്രൈലാറ്റ് എക്സസൈസിന്റെ ഫസ്റ്റ് എഡിഷൻ എന്ന് പറഞ്ഞാൽ 2022 കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2024 മാർച്ച് ലാസ്റ്റ് വീക്കിലാണ് ഈ ഒരു എക്സസൈസിന്റെ സെക്കൻഡ് ഫേസ് അല്ലെങ്കിൽ സെക്കൻഡ് എഡിഷൻ കണ്ടക്ട് ചെയ്തത് മാർച്ചിലാണ്. ഈ ഒരു നേവൽ എക്സസൈസിന്റെ യൂസ് അല്ലെങ്കിൽ ഇത് എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് overall security and growth for all in the region of Southeast African coast. അതായത് നമുക്കറിയാം ഇതിൽ ആഫ്രിക്കൻ കൺട്രീസ് ആണല്ലോ, മൊസാംബിക്കും ടാൻസാനിയ എല്ലാം ആഫ്രിക്കൻ കൺട്രീസ് ആണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ആഫ്രിക്കൻ കോസ്റ്റിലുള്ള ഓവറോൾ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക എന്നൊരു വിഷനാണ് ഈ ഒരു എക്സസൈസിനുള്ളത്. അപ്പോൾ ഇതിനെ ഷോർട്ട് ഫോം ആയിട്ട് സാഗർ എന്ന് പറയും, സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2024 ആണ്. അപ്പോ ഇത് റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് ആണ്. ഇതിന്റെ ഈ ഒരു 2024 റിപ്പോർട്ടിന്റെ കീ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാല് ഫിൻലാൻഡ് ആണ് ടോപ്പിൽ നിൽക്കുന്ന കൺട്രി. ഇത് 7th ടൈം ആണ് അല്ലെങ്കിൽ 7th ഇയർ ആണ് ഫിൻലാൻഡ് ടോപ്പ് ആവുന്നത്. പിന്നെ നെക്സ്റ്റ് ഫോളോ ചെയ്യുന്ന കൺട്രീസ് ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വീഡൻ. ഓക്കെ, ഇത്രയും കൺട്രീസ് ആണ് ഫിൻലാൻഡിന് ശേഷം വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് അഫ്ഗാനിസ്ഥാൻ ആണ് ലീസ്റ്റ് ഹാപ്പി കൺട്രി. എന്റെ റീസൺസ് ഒക്കെ നമുക്ക് അറിയാമായിരിക്കും അല്ലെ. സോ പിന്നെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞാല് 126th റാങ്ക് ആണ് 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യക്ക്. കഴിഞ്ഞ വർഷവും ഈ 126th റാങ്ക് തന്നെയായിരുന്നു ഇന്ത്യക്ക്, ഒരു ചേഞ്ച് ഇല്ല. അപ്പോ നെക്സ്റ്റ് വൺ സക്ഷം ആപ്പാണ്. ഈ ഒരു ആപ്പ് കൊണ്ടുവന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. എന്തിനാണ് ഈ ആപ്പ് കൊണ്ടുവന്നത്? എബോവ് 85 years ഏജ് ആയവർക്കും 40% എബോവ് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്കും വീടുകളിൽ ഇരുന്ന് തന്നെ വോട്ട് ചെയ്യാനായിട്ട് ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു ആപ്പാണ് ഈ സക്ഷം ആപ്പ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡിലും iOS-ലും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ മറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് കസ്റ്റമൈസ്ഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിസിക്കലി അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉള്ള പീപ്പിളിന്
കസ്റ്റമൈസ്ഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ വോയിസ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ടാപ്പ് ടു സ്പീച്ച് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഇലക്ഷൻ ടൈമിൽ അല്ലെങ്കിൽ ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ കംപ്ലൈന്റ് ചെയ്യാനുള്ള സൗകര്യവും ഈ ഒരു സക്ഷം ആപ്പ് ഒരുക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ സി വിജിൽ ആപ്പ് ആണ്. ഈ ആപ്പും കൊണ്ടുവന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ഷനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ആപ്പിന്റെ യൂസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സിലുടനീളം എന്തെങ്കിലും പെരുമാറ്റച്ചട്ട ലംഘനമോ എന്ത് ടൈപ്പുള്ള വയലേഷൻസോ നമ്മൾ കാണുകയാണെങ്കിൽ അതിനെ ഫോട്ടോസോ വീഡിയോസോ ആക്കിയിട്ട് നമുക്ക് ഈ ആപ്പിലൂടെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ വയലേഷൻസിനെതിരെയും 100 മിനിറ്റിനകം ആക്ഷൻ എടുക്കുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു യൂസർ ഫ്രണ്ട്ലി ആപ്പാണ്. നമ്മൾ വിജിലന്റ് ആയിട്ടുള്ള സിറ്റിസൺസിനെ ഡിസ്ട്രിക്ട് കൺട്രോൾ റൂമുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടൊരു ആപ്പാണ്. നമുക്ക് ഈ റിട്ടേണിംഗ് ഓഫീസറിനെ നേരിട്ട് കാണാതെ തന്നെ ഓരോ വയലേഷൻസ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ എന്തെങ്കിലും വയലേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് വഴി ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തത്. അടുത്തതായിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡാണ്, നമ്മൾ എക്സാംസിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു അവാർഡാണ് സരസ്വതി സമ്മാൻ എന്ന് പറയുന്നത്. 2023 33rd സരസ്വതി സമ്മാനാണ് പ്രഖ്യാപിച്ചത്. അതിന്റെ വിന്നർ എന്ന് പറയുന്നത് പ്രഭാവർമ്മയാണ്. അദ്ദേഹത്തിന്റെ രൗദ്ര സാത്വികം എന്ന് പറയുന്ന കൃതിക്കാണ് 33rd സരസ്വതി സമ്മാൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഈ ഒരു രൗദ്ര സാത്വികം എന്ന് പറയുന്നത് 2022 പബ്ലിഷ് ചെയ്ത ഒരു വേഴ്സ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു പൊയറ്റിക് വേഴ്സ് ആണ് ഈ രൗദ്ര സാത്വികം എന്ന് പറയുന്നത്. സരസ്വതി സമ്മാൻ ഒരു ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് എന്താണ് KK ബിർള ഫൗണ്ടേഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു അവാർഡ് അല്ലെങ്കിൽ പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ എന്ന് പറഞ്ഞാൽ 1991 ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയത്. വൺ ഓഫ് ദ ഹയസ്റ്റ് ലിറ്റററി ഓണേഴ്സ് ഇൻ ഇന്ത്യ ആണ് സരസ്വതി സമ്മാൻ എന്ന് പറയുന്നത്. ഈ ഒരു പുരസ്കാരം കൊടുക്കുന്നത് ഇന്ത്യൻ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള കൃതികൾക്കാണ് അല്ലെങ്കിൽ ലിറ്റററി വർക്ക്സിനാണ്. ഒരു 10 yearsനകത്ത് വെച്ചിട്ട് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ലാംഗ്വേജിലുള്ള വർക്ക്സിനാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. പ്രഭാവർമ്മയുടെ രൗദ്ര സാത്വികം എന്ന് പറയുന്ന ഈ ഒരു കൃതി ഒരു പൊയറ്റിക് വേഴ്സ് ആണ്. മലയാളം ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു പൊയറ്റിക് വേഴ്സ് ആണ് ഈ രൗദ്ര സാത്വികം. ഇതിനകത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു തീം എന്ന് പറഞ്ഞാല് പവർ, പൊളിറ്റിക്സ്, ഇൻഡിവിജ്വൽ ആൻഡ് സ്റ്റേറ്റ് ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ ഗുഡ്, നമ്മൾ ഈ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഒരു വിരോധതയില്ല ഇതിന് രൗദ്ര സാത്വികം എന്ന് പറയുന്നത്. ഗുഡ് ആൻഡ് എവിലിനെ പറ്റി അല്ലെങ്കിൽ ഗുഡും എവിലും നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധത്തിനെ കുറിച്ചാണ് ഈ ഒരു രൗദ്ര സാത്വികത്തിൽ പറയുന്നത്. ഇനി പ്രഭാവർമ്മയെ കുറിച്ച് പറയുവാണെങ്കിൽ 1959 തിരുവല്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് നോട്ടബിൾ വർക്ക്സ് കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. സൗപർണിക, അർക്കപൂർണിമ, ശ്യാമമാധവം. അദ്ദേഹത്തിന്റെ നോവൽസ് എന്ന് പറഞ്ഞാൽ ചന്ദനനായി, ആർദ്രം, കനൽ ചിലമ്പ്. ഇത് പോയട്രി കളക്ഷൻസ് ആണ്. ഇത് 3 നോവൽസ് ആണ്. ഇത് 3. അത് നമ്മൾ ലാസ്റ്റ് ടോപ്പിക് ആണ് ഇമ്പോർട്ടന്റ് ഡേയ്സ്. ഫസ്റ്റ് വൺ വേൾഡ് വാട്ടർ ഡേ ആണ്. വേൾഡ് വാട്ടർ ഡേ നമ്മൾ എവറി ഇയർ ആചരിക്കുന്നത് മാർച്ച് 22 എന്തിനു വേണ്ടിയിട്ടാണ് ഈ വേൾഡ് വാട്ടർ ഡേ ആചരിക്കുന്നത്? നമ്മുടെ ഗ്ലോബൽ ആയിട്ടുള്ള വാട്ടറിനെ കൺസേർവ് ചെയ്യാനും ശുദ്ധജലത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് വേൾഡ് വാട്ടർ ഡേ നമ്മൾ ആചരിക്കുന്നത്. അപ്പോ ഈ 2024 വേൾഡ് വാട്ടർ ഡേയുടെ തീം എന്ന് പറയുന്നത് വാട്ടർ ഫോർ പീസ്, ലിവറേജിങ് വാട്ടർ ഫോർ പീസ് എന്ന് പറയുന്നതാണ്. ഈ ഒരു തീം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. നമ്മൾ എക്സാംസിന് തീംസ് ചോദിക്കുന്നത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. സോ വാട്ടർ ഫോർ പീസ്, ലിവറേജിങ് വാട്ടർ ഫോർ പീസ് എന്ന് പറയുന്നതാണ്. ആദ്യമായിട്ട് വേൾഡ് വാട്ടർ ഡേ ആചരിച്ചത് 1993 നെക്സ്റ്റ് വൺ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ ആണ്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ ആചരിക്കുന്നത് എല്ലാ വർഷവും മാർച്ച് 23 എന്തിനാണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ ആചരിക്കുന്നത്? വെതർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഇഷ്യൂസിനെ കുറിച്ചും എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ ഒരു അവയർനെസ് പബ്ലിക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ നമ്മൾ ആചരിക്കുന്നത്. അപ്പോ 2024 വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേയുടെ തീം എന്ന് പറയുന്നത് അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ്. പിന്നെ ആദ്യമായിട്ട് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ ആചരിച്ചത് 1961 വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ ആചരിച്ച അതേ ദിവസമാണ് നമ്മൾ നാഷണൽ ലെവലിൽ ഷഹീദ് ദിവസ് ആയിട്ട് ആചരിക്കുന്നത് അല്ലെങ്കിൽ മാട്രിയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് ഇവർ 3 പേരുടെ ഡെത്ത്
ആനിവേഴ്സറിയെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം ഷഹീദ് ദിവസമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഇവര് മൂന്നുപേരും ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ബ്രിട്ടീഷ് ഗവൺമെന്റ് എക്സിക്യൂട്ട് ചെയ്ത 3 റെവല്യൂഷണറീസ് ആണ് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്ന് പറയുന്നത്. ഇവരുടെ 3 പേരുടെയും ഒരു ഡെത്ത് ആനിവേഴ്സറി മാത്രമല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച എല്ലാ മാട്രേഴ്സിനെയും ആചരികളിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത്. അവർക്കൊരു ട്രിബ്യൂട്ട് ആയിട്ടാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത്. നെക്സ്റ്റ് വൺ വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ആണ്. എല്ലാ ഇയറും March 24 നമ്മൾ വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. എന്തിനാണ് ഈ വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ആചരിക്കുന്നത്? ട്യൂബർക്ലോസിസ് അഥവാ ടിബിയുടെ കോൺസിക്വൻസിനെ കുറിച്ചും അതിന്റെ എഫക്ട്സിനെ കുറിച്ചും ഒരു പബ്ലിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ആചരിക്കുന്നത്. 2024 തീം എന്ന് പറയുന്നത് യെസ് വി ക്യാൻ എൻഡ് TB എന്നുള്ളതാണ്. 2023 സെയിം തീം തന്നെയായിരുന്നു വേൾഡ് ട്യൂബർക്ലോസിസ് ഡേക്ക് ഉണ്ടായിരുന്നത്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ പഠനരീതി ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ KS മെന്ററിന് ഇത്രയധികം റിസൾട്ടുകൾ നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാർച്ചിലെ ലാസ്റ്റ് വീക്ക് കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.